ബൈ ചാനൽ. ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചലഞ്ചിന്റെ റൂൾസ് പറയുന്നതിന് മുമ്പ് എന്ന് പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ഇനി നമുക്ക് നേരെ ചലഞ്ചിന്റെ റൂൾസ് പറയാം. ഇതാണ് ചലഞ്ച്, ഇതാണ് മെയിൻ ഐറ്റം. ഞാനേ ഇവിടെ ടി വി കണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മത് ഈ നോട്ട്സൊക്കെ എഴുതിയതാണ്. എന്താണ് ചലഞ്ച് എന്ന് വെച്ചാൽ, ഇതിന് ഞാൻ ഇങ്ങനെ ഒരു ലോട്ട് എടുക്കും. ആ ലോട്ടിലുള്ള ഒരു കൺട്രി ഉണ്ടാവും. ആ കൺട്രിയുടെ ക്യാപിറ്റലും ഫ്ലാഗിന്റെ കളേഴ്സ് ഞാൻ പറയാൻ നോക്കുക. പിന്നെ കോണ്ടിനെന്റും ഞാൻ പറയും. അത് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് പോയിന്റ് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണാതെ എൻ്റെ അമ്മ എഴുതിയതാണ്. അപ്പം ഞാൻ കാണാതെ ആണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ മോളിൽ നിന്ന് എഴുതിയതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അർജന്റീനയാണ്. നിങ്ങൾ ആരെങ്കിലും മെസ്സി ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോവാണ് അർജന്റീനയുടെ ഫ്ലാഗിൻ്റെ കളേഴ്സ്. നടുക്കൊരു സൺ ഉണ്ടാവും, ആ യെല്ലോ കളറുള്ള. പിന്നെ വൈറ്റ് കളറാവും സണ്ണിൻ്റെ ബേസ്. അതിൻ്റെ മുകളിലും താഴെയും ബ്ലൂ കളറാണ്. ഇനി ക്യാപിറ്റൽ ഞാൻ പറയാം, ബുനോസ് അയേഴ്സ്. അതാണ് അർജന്റീനയുടെ ക്യാപിറ്റൽ. പിന്നെ ഉള്ളത് കോണ്ടിനെന്റ് ആണ്. അർജന്റീന ഈസ് ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ കറക്റ്റ് ആണോ തെറ്റാണോ നമുക്ക് നോക്കാം. അപ്പൊ ഈ അർജന്റീനയുടെ ക്യാപിറ്റലും ഫ്ലാഗിന്റെ കളറും പിന്നെ കോണ്ടിനെന്റും കറക്റ്റ് ആണ് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഈ ലോട്ടാണ് ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് എടുത്തിട്ടുള്ളത്. ഏതാണാവോ? എൻ്റെ മാമുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യൻ്റെ ഫ്ലാഗിൻ്റെ കളർ ഫുള്ള് ഗ്രീനാണ്. നടുക്ക് അറബി കൊണ്ട് സൗദി അറേബ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വാളും ഉണ്ട്. അതാണ് സൗദി അറേബ്യൻ്റെ ഫ്ലാഗിൻ്റെ കളേഴ്സ്. പിന്നെ ഉള്ളത് ക്യാപിറ്റലാണ്. അത് റിയാദാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. പിന്നെ ഏത് കോണ്ടിനെന്റിലാണ്? നമ്മുടെ സ്വന്തം കോണ്ടിനെന്റ് ഏഷ്യ, അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു എത്ര ലോട്ട് ഉണ്ട് ഇത് പറയാൻ മറന്നു. 20 ലോട്ട് ഉണ്ട്. ഇതും കൂടി കൂട്ടിയാൽ ഇപ്പം 18 ലോട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് തേർഡ് ലോട്ട് എടുക്കാം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡെൻമാർക്കിന്റെ ഫ്ലാഗിന്റെ കളർ വൈറ്റ് ആൻഡ് റെഡ്. പിന്നെ ഉള്ളത് ഡെൻമാർക്കിന്റെ ക്യാപിറ്റലാണ്. അത് കുറച്ച് വലിയ ക്യാപിറ്റലാണ്, കോപ്പൻഹേഗൻ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞത് കോണ്ടിനെന്റ്, ദാറ്റ് ഈസ് ഇൻ യൂറോപ്പ് കോണ്ടിനെന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോട്ടിലേക്ക് പോണതിൻ്റെ മുമ്പ് ഇത് കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഇത് കറക്റ്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫോർത്ത് ലോട്ട് എടുക്കാം. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ, എന്നിട്ട് എടുക്കാം. കണ്ണടക്കട്ടെ. ഞാൻ 2 എണ്ണം കിട്ടിയിട്ട് എന്തായാലും ഒന്ന് എടുക്കട്ടെ. അപ്പൊ നോർത്ത് കൊറിയന്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? ക്യാപിറ്റലിക്ക് ഓർമ്മ, ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. ക്യാപിറ്റൽ എന്താണെന്ന്. കളറ് ബ്ലൂവും റെഡും ആണ് തോന്നുന്നത്. പിന്നെ ഈ ക്യാപിറ്റൽ കിട്ടി, പിയോങ് യാങ്. നല്ല രസമാണ് കേൾക്കാന്. ഏത് കോണ്ടിനെന്റിലാണ് ഇല്ല വെച്ചാൽ നമ്മുടെ സ്വന്തം കോണ്ടിനെന്റിൽ തന്നെയാണ്, ഏഷ്യ. നോർത്ത് കൊറിയക്ക് പടി വന്നിരിക്കുകയാണ്. ഒരു കളറ് കൂടുതലായിരുന്നു പറഞ്ഞു, ഒരു കളർ കുറവായിരുന്നു. ഞാൻ റെഡും ബ്ലൂ ആണ് ഞാൻ പറഞ്ഞത്, പക്ഷെ വൈറ്റും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്.
അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കറക്റ്റാണ് എന്നാണ് എൻ്റെ അമ്മ പറയണേ. അപ്പോൾ നേരെ 5th ലോട്ടിലേക്ക് പോവാം. എന്താണ് ഞാൻ എടുത്തിട്ടുള്ളത്? ഇതൊരു യെല്ലോ കളറാണ്, ഫസ്റ്റ് യെല്ലോ കളറാണ്. അപ്പോൾ കളറ് ചില്ലയാണ്, ചില്ലയാണ് നമ്മുടെ ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഞാൻ പറയാം ഏതൊക്കെയാണ്. ഫസ്റ്റ് ചിലേൻ്റെ കളറ് അടി മൊത്തം റെഡ് കളറാണ് തോന്നുന്നത്. അതിൻ്റെ സൈഡിൽ അങ്ങനെയല്ല, അടിയിൽ കുറച്ച് ബ്ലൂ കളറോ റെഡ് കളറോ ആണ്. അതിൻ്റെ മുകളിലും ബ്ലൂ കളറോ റെഡ് കളറോ ആണ്. ഒന്നും കറക്റ്റ് അല്ല. ചിലേൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ഞാൻ ആലോചിക്കട്ടെ കേട്ടോ. ചിലേൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. എനിക്കിപ്പോൾ കിട്ടണില്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം. എനില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ അമ്മേനോട് ചോദിക്കുക ഏതാണെന്ന്. അപ്പോൾ നമുക്ക് ഏത് കോണ്ടിനെന്റിലാണെന്ന് പറയാം. ദാറ്റ് ഈസ് ഇൻ അർജന്റീനയിലുള്ള സ്ഥലത്ത് തന്നെയാണ്. സൗത്ത് കൊറിയ അല്ല, സൗത്ത് അമേരിക്ക അവിടെയാണ് ഈ ചിലെ എന്ന് പറഞ്ഞ കൺട്രി ഉള്ളത്. അതിൽ കളേഴ്സ് വൈറ്റ്, ബ്ലൂ, റെഡ്, അതാണ് ആ കളേഴ്സ്. ഇനി എൻ്റെ അമ്മേനോട് ചോദിക്കാം എന്താ ക്യാപിറ്റൽ. സാന്റിയാഗോ ആയിരുന്നു ക്യാപിറ്റൽ. നിങ്ങൾ അമ്മ പറഞ്ഞു കേട്ടോ ആവോ? സാന്റിയാഗോ എന്നാണ് ക്യാപിറ്റൽ. സാന്റിയാഗോ എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. ഇപ്പോൾ സാന്റിയാഗോ കറക്റ്റ് ആയിരുന്നു, ഞാൻ പഠിച്ചത് തന്നെയായിരുന്നു, പക്ഷെ ഇപ്പം മറന്നു. അപ്പോൾ ഇനി അടുത്ത നോട്ടിലേക്ക് പോവാം. നല്ല കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ, എനിക്ക് ഗ്രീൻ കളറാണ് കിട്ടിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ക്യാപിറ്റൽ വാഷിങ്ടൺ DC. കോണ്ടിനെന്റ് നോർത്ത് അമേരിക്കയുടെ ഫസ്റ്റ് ആണ്. അതിലതിന് 3 ഉള്ളൂ എന്ന് തോന്നുന്നു. ഫസ്റ്റത്താണ് അവിടെ. പിന്നെ ഉള്ളത് ഫ്ലാഗ് കളറ്. അതിൻ്റെ ഈ ഭാഗത്ത് 50 സ്റ്റാർസിന് വൈറ്റ് കളറാണ്. പിന്നെ റെഡും വൈറ്റും ലൈറ്റ് സ്ട്രിപ്സിനുണ്ട്. പിന്നെ ബ്ലൂ കളറും ഉണ്ട്. അതാണ് ഇതിലുള്ളത്. കറക്റ്റ് ആണോ എന്ന് പറയാം. എൻ്റെ അമ്മ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കറക്റ്റാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് നമുക്ക് എത്ര ഉണ്ട് നോക്കാം. എല്ലാവരും ഇപ്പം എടുത്ത് 1 2 3 4 5 6 7 കൺട്രീസും ക്യാപിറ്റലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 8th ലോട്ടിലേക്ക് പോവാം. ഓക്കെ, ഞാൻ അടുത്ത ഗ്രീൻ കളറിൻ്റെ ബ്രസീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ബ്രസീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ബ്രസീലിൻ്റെ ക്യാപിറ്റൽ ബ്രസീലിയ അതാണ് ക്യാപിറ്റൽ. പിന്നെ ഉള്ളത് കോണ്ടിനെന്റ് ആണ്, അത് സൗത്ത് അമേരിക്കയിൽ തന്നെയാണ്. പിന്നെ ഉള്ളത് ഫ്ലാഗ് കളറാണ്. ബ്ലൂ, വൈറ്റ് ഉണ്ട്. വൈറ്റ് കണക്ക് ഓരോരോ അക്ഷരത്തിൻ്റെ ഒരു ലൈൻ ഉണ്ട്, അതിന് വൈറ്റ് ആണ്. പിന്നെ ഗ്രീനും ഉണ്ട്, യെല്ലോയും ഉണ്ട്. അത്രയാണ് ഉള്ളത്. എൻ്റെ അമ്മ പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 8th ലോട്ടിലേക്ക് 8th അല്ലേ 9th ലോട്ടിലേക്ക് പോവാം. പേടിയാണ്. മൊറാക്കോ. അമ്മയ്ക്ക് തന്നെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട് തോന്നുന്നു. മൊറാക്കോക്ക് 2 C ഉണ്ട്, പക്ഷെ ഒരു C ഇതിൽ എഴുതിയിട്ടുള്ളൂ. 2 R ഉണ്ട് തോന്നുന്നു മൊറാക്കോക്ക്. അപ്പൊ നമുക്ക് മൊറാക്കോന്റെ ക്യാപിറ്റലാണ് റബാറ്റ്. കോണ്ടിനെന്റ് ആഫ്രിക്ക കോണ്ടിനെന്റില്
പിന്നെ കളറ് നടുക്കൊരു ഒരു ഗ്രീൻ, ഭയങ്കര ഡാർക്ക് ഗ്രീൻ കൊണ്ട് ഒരു സ്റ്റാർ വരച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ബേസ് ഫുള്ള് റെഡ് കളറും. എൻ്റെ അമ്മ പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കറക്റ്റാണ് അത്. അപ്പൊ ഇത് 10th ലോട്ട് എടുക്കാം. ഇപ്രാവശ്യം ഞാൻ കണ്ണടച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഒന്ന് കിട്ടിയിട്ടുണ്ട്. കാനഡാസ് ക്യാപിറ്റൽ ഈസ് ഒറ്റാവ. കളർ വൈറ്റ് റെഡ്. പിന്നെ വൈറ്റ് റെഡ് തന്നെ ഉള്ളൂ. പിന്നെ അപ്പൊ കോണ്ടിനെന്റ് സെക്കൻഡ് നോർത്ത് അമേരിക്കാസ് കോണ്ടിനെന്റ് ആണ്. ഇനി ഒരു കൺട്രി കൂടി ഉണ്ട്, അത് കിട്ടുമ്പോ ഞാൻ പറഞ്ഞുതരാം. അത് എഴുതിയിട്ടില്ല തോന്നുന്നു, അതൊക്കെ എപ്പോഴും അറിയണതാണ്, അതുകൊണ്ട് എഴുതിയിട്ടില്ല. കാനഡ ക്യാപിറ്റൽ ഒറ്റാവയാണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള എല്ലാം പറഞ്ഞത് കറക്റ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ 11th ഇതിലേക്ക് പോവാ. ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കണം. ഈജിപ്തിന്റെ ക്യാപിറ്റൽ കെയ്റോ. അത് കറക്റ്റാണ്. കെയ്റോ കറക്റ്റാണ്. കറക്റ്റ് അടിക്ക് തോന്നുന്നു. അത് കാട് തോന്നുന്നു. എപ്പോഴും ഞങ്ങള് കാണാറില്ല. അതിന്റെ അങ്ങനെ കാണിക്കണ്ടത്. അപ്പൊ ഇനി അങ്ങനെ കാണിക്കണ്ട കേട്ടോ. ആൻസർ കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. ഓക്കെ. കളേഴ്സ് നടുക്കൊരു ഈഗിളുണ്ട്. പിന്നെ ഗോൾഡൻ കളർ ഈഗിളുണ്ട്. അതിന്റെ ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഗോൾഡൻ ഈഗിളിന്റെ. പിന്നെ നടുഭാഗത്ത് ഒരു അതിന്റെ ബേസ് ഇതാണ്, ഒരു വൈറ്റ് കളറ്. പിന്നെ ബ്ലാക്ക്, പിന്നെ റെഡ് കളർ ഉണ്ട്. റെഡ് ഉണ്ട്. ഇത് അമ്മ പിന്നെ എല്ലാം കറക്റ്റായി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഏത് കോണ്ടിനെന്റ്? കോണ്ടിനെന്റ് ഞാൻ പറയാൻ മറന്നുപോയി, സോറി. ആഫ്രിക്ക കോണ്ടിനെന്റിലാണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത ലോട്ടിൽ എടുക്കാം. ഇപ്പൊ നമുക്ക് നമ്മൾ എത്രയാണ് എടുത്തത്? അപ്പൊ ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാ. ഇതൊന്ന് വായിച്ചറിയാൻ കഴിയും. ഉഗാണ്ട തോന്നുന്നു. ഉഗാണ്ടയാണ്. ക്യാപിറ്റൽ ഈസ് കമ്പാല. ഗാഡ ഈസ് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. പിന്നെ ഉള്ളത് കളേഴ്സാ. ഉഗാണ്ടേന്റെ കളേഴ്സ് ബ്ലാക്ക്, വൈറ്റ്, പിന്നെ എന്തായിരുന്നു നടുക്കൊരു ബേർഡ് എന്തോ ഉണ്ട്. പിന്നെ ബ്ലാക്ക്, റെഡ്, വൈറ്റ്, നടുക്ക് ഒരു എന്തോ യെല്ലോ ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ. ഓക്കെ. പിന്നെ ഉണ്ടായിരുന്നത് അതില് നടുക്കൊരു ഓസ്ട്രിച്ച് പോലത്തെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു കോഴിയിലൊക്കെ ചില കോഴിന്റെ മുകളിലൊക്കെ ഇങ്ങനെ സാധനം ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സാധനമുള്ളൊരു ബേർഡ് ഉണ്ട് അതില്. അതാണ് ഉഗാണ്ടേന്റെ ഫ്ലാഗ്. കറക്റ്റാണോ തെറ്റാണോ എന്ന് ഇപ്പൊ പറയും. എന്റെ അമ്മ പിന്നെയും കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് 1 2 3 8 നോട്ട്സും കൂടി ഇനി ബാക്കിയുള്ളൂ. ഹംഗറിയാണ്. കുസൃതി ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കാം. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വിശപ്പുള്ള രാജ്യം. നിങ്ങൾ പറയണ താഴെ ഏതാണെന്ന്. അവ നമുക്ക് ഹംഗറിന്റെ ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ പറയാം. ഹംഗറിയുടെ ക്യാപിറ്റല് ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മേനോട് ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. ബുഡാപെസ്റ്റ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങള് എൻ്റെ ക്യൂസ് ബുക്കിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. പിന്നെ ഹംഗറി ഏത് കോണ്ടിനെന്റിലാന്ന് വെച്ചാൽ യൂറോപ്പ്.
ഫ്ലാഗിന്റെ കളറ് ഗ്രീന്, വൈറ്റ്, റെഡ്. പിന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലോട്ടിലേക്ക് പോവാം. ദിസ് ഇസ് മൈ ഫേവറേറ്റ് കൺട്രി, ഇന്തോനേഷ്യ. എന്താണ് അറിയൊക്കെ ഇഷ്ടമാണ് ഇന്ത്യയുടെ പോലെ ഉണ്ടല്ലോ ഇന്തോനേഷ്യ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കൺട്രി പോർച്ചുഗലാണ്. ഐ ആം എ റൊണാൾഡോ ഫാൻ. അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചാടിയിട്ട് പുറകിലേക്ക് വന്നായിരുന്നില്ലേ, അതുകൊണ്ടാണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ജക്കാർത്ത. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ജക്കാർത്തയാണ്. ജക്കാർത്ത. പിന്നെ കോണ്ടിനെന്റ് ഏഷ്യ തന്നെയാണ്. പിന്നെ ഉള്ളത് ഫ്ലാഗ് കളറ് റെഡും വൈറ്റും ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോട്ടിലേക്ക് പോവാം. സ്പെയിനിന്റെ കളറ് ഫസ്റ്റ് പറയാം. കളറ് ഫസ്റ്റ് പറയാം ഫ്ലാഗിന്റെ. സ്പെയിനിന്റെ കളറ് സൈഡില് നമ്മുടെ ഒരു ഇന്ത്യ ഗേറ്റ് പോലെ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിൾ ഉണ്ട്. അതിന് ഇഷ്ടം പോലെ കളർ ഉണ്ട്. അത് പറഞ്ഞാലൊന്നും തീരൂല. പിന്നെ മുകളിലും താഴെയും റെഡ് കളർ ചെറുതായിട്ടൊന്നുണ്ട്. ഇത്ര ഇതാണ്. നടുക്ക് യെല്ലോ കളറ്, ഈ കളറിന്റെ. പിന്നെ ക്യാപിറ്റൽ മാഡ്രിഡ്. കോണ്ടിനെന്റ് യൂറോപ്പാണ്. നെക്സ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൺട്രി ഒക്കെ എഴുതിയിട്ടുണ്ട്. UK, യുണൈറ്റഡ് കിങ്ഡം. അപ്പൊ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കളറ് പർപ്പിൾ കളറാണ്. സൈഡിലല്ല, ഫുള്ള് സ്റ്റാറാണ്. ഫുള്ള് സൈഡിലായിട്ട് ഇങ്ങനെ. പിന്നെ നടുക്ക് വലിയൊരു സ്റ്റാർ ഉണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടാവുന്ന പോലെ സൈഡിലുണ്ടാവില്ലേ വലിയൊരു സ്റ്റാർ, അതിന്റെ ബിഗ് സ്റ്റാറാണ് ഇവിടെ ഉണ്ടാവുക. അതിൽ റെഡും വൈറ്റും പർപ്പിളും ഉണ്ട്. ബേസും പർപ്പിൾ തന്നെയാണ്. പിന്നെ ക്യാപിറ്റൽ ലണ്ടൻ ആയിരുന്നു ക്യാപിറ്റൽ. ഇനി ഞാൻ പറയേണ്ട ഏത് കോണ്ടിനെന്റിലാണെന്നല്ലേ, യൂറോപ്പ്. ദാറ്റ്സ് ഓൾസോ ഇൻ യൂറോപ്പ്. ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും നോട്ടൊക്കെ. മൈ ഫേവറേറ്റ് കൺട്രിയിൽ എഴുതിയിട്ടില്ല തോന്നുന്നു. ചൈനയാണ്. ഐ ഡു നോട്ട് ലൈക്ക് ചൈന. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഐ ലൈക്ക് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ചെയ്യുക. അപ്പൊ ചൈനയ്ക്ക് യെല്ലോ ആൻഡ് റെഡ് കളറാണ് ചൈനയ്ക്ക്. ക്യാപിറ്റൽ ബെയ്ജിങ്. പിന്നെ ഏത് കൺട്രി, ഏഷ്യയിലെ കോണ്ടിനെന്റിലാണ്, ഏഷ്യയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ ആണ് ചൈന. ഇനി 4 ലോട്ടും കൂടി ബാക്കിയുള്ളൂ. ഇതാണ്, ഇത്ര ഉണ്ട്. ചെക്കിയ റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്. അപ്പൊ നമുക്ക് ചെക്കിയ റിപ്പബ്ലിക് നമുക്ക് ചെയ്യാം. ചെക്കിയ റിപ്പബ്ലിക്കിന്റെ ചെക്കിയാന്ന് ഞാനങ്ങനെ പറഞ്ഞു പഠിച്ചതാ. ഞാൻ യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ചെക്ക് റിപ്പബ്ലിക് ആണ് ഇതിന്റെ ശരിക്കത്തെ നെയിം. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഫ്ലാഗ് ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ട് സൈഡില്. പിന്നെ ഇവിടെ ഒരു വര ഉണ്ട്. അതിന്റെ മുകളില് വൈറ്റും ഗ്രീനും റെഡിന്റെ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ അല്ല, ബ്ലൂ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഞാൻ മാറി പറഞ്ഞതാ. ബ്ലൂ. പിന്നെ ഉള്ളത് ഏത് കോണ്ടിനെന്റിലാണ്? യൂറോപ്പിലാണ്. നല്ല കൺട്രിയാണ്. നല്ല കോണ്ടിനെന്റ് തന്നെയാ. പിന്നെ എന്താ പറയാനുള്ളത്? ക്യാപിറ്റലാണ് ഇനി ഞാൻ പറയാനുള്ളത്.
പ്രാഗായിരുന്നു. ഇപ്പൊ എൻ്റെ അമ്മ പറഞ്ഞപ്പോഴാക്കി മനസ്സിലായത്. അപ്പോൾ ഇതും നമുക്ക് ചെക്ക് പോയിന്റിലേക്ക് പോവാം. ഇനി ഒറ്റ പിങ്ക് ഉണ്ട്, ആ പിങ്കും നമുക്ക് എടുത്താൽ പോർച്ചുഗലാണ്. ഇങ്ങനെ സിമ്പിളാ. ക്രിസ്ത്യാനോ റൊണാൾഡോ, ക്രിസ്ത്യാനോ. അയർലാൻഡ്. അയർലാൻഡ് ആണ്. കളേഴ്സ് ഇന്ത്യൻ്റെ അതേ കളേഴ്സാണ്. റെഡ്, സാഫ്രോൺ കളറ്, പിന്നെ വൈറ്റ്, ഗ്രീന്. പിന്നെ ക്യാപിറ്റൽ അയർലാൻഡ്, ഡുബ്ലിൻ. ഏത് കോണ്ടിനെന്റിലാന്ന് വെച്ചാൽ യൂറോപ്പ്. പോർച്ചുഗൽ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാൻ കണ്ടു ഇന്ത്യയുടെ തോന്നുന്നു. ഇന്ത്യയുടെ ഇന്ത്യയെ കുറിച്ചൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയണ്ടാവും. ഇന്ത്യ ക്യാപിറ്റൽ ന്യൂഡൽഹി. പിന്നെ കളേഴ്സ് സാഫ്രോഡ്, നടുവിൽ അശോകചക്ര, അതിൻ്റെ ഈ ഭാഗത്ത് അതിൻ്റെ ബേസ് വൈറ്റ്, താഴെ ഗ്രീന്. അതാണ് ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളേഴ്സ്. ക്യാപിറ്റൽ പറഞ്ഞു ഞാൻ കോണ്ടിനെന്റ് ഏഷ്യയിലും. ഇനി ലാസ്റ്റത്തെ ഇത് പോർച്ചുഗൽ ആയാൽ മതിയായിരുന്നു. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. പോർച്ചുഗലാണ്. എനിക്ക് കിട്ടിയിട്ടില്ല. പോർച്ചുഗലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിന്റെ ക്യാപിറ്റൽ ലിസ്ബൺ. നടുവിൽ 2 കളറിലും കൂടി ആക്കി. റെഡിന്റെയും ഗ്രീനിന്റെയും ഇതാണ്. റൗണ്ടില് ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്. പിന്നെ യൂറോപ്പിലാണ് അതുള്ളത്. ഞാൻ വിചാരിച്ച സാധനം ലാസ്റ്റാണ് കിട്ടിയത്. ക്യാപിറ്റൽ ലിസ്ബൺ. വിചാരിച്ച സാധനം ലാസ്റ്റാണ് കിട്ടിയത്. നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവിടെ ഓടിച്ചാടി നടക്കുകയായിരുന്നില്ലേ പോർച്ചുഗൽ കിട്ടിയപ്പോ. ഇത് ഫസ്റ്റ് കിട്ടിയാലേ എന്തൊരു ആശ്വാസമായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഓടി. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ടാറ്റ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു.